പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ വചനങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത മനുഷ്യന് തുല്യൻ. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അതിന് തൊട്ടു മുമ്പ് കർത്താവ് പറഞ്ഞത് എന്താണെന്ന് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കണം. കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ഈ ഒരു കാര്യമാണ് പാറമേൽ ഭവനം പണിത മനുഷ്യനെന്ന് കർത്താവ് പറയാനായിട്ടുള്ള കാര്യം. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ പാറമേൽ അടിത്തറയിട്ട് ഭവനം പണിത ഒരാൾ. അതായത് ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് കുടുംബം പണിയാനായിട്ട് പറയണേ. നമ്മുടെ കുടുംബം ഇന്ന് ഒരുമിച്ചിരിക്കുന്ന ഈ നേരത്തെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണോ ഭവനം പണിതേ? കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണോ ഭവനത്തിൽ ഓരോന്നും നടക്കണേ? കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണോ എൻ്റെ ജീവിതം മുന്നോട്ട് പോകാനായിട്ടുള്ള പ്രാർത്ഥനകൾ ഞാൻ സമർപ്പിക്കണേ? അതല്ലെങ്കിൽ അടുത്ത വരി പറയുന്നുണ്ട്, അതനുസരിക്കാത്തവൻ മണൽപ്പുറത്ത് ഭവനം പണിത മനുഷ്യന് തുല്യം. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ കർത്താവെ നീ പറയണതനുസരിച്ച്, അത് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. വിശുദ്ധ യൗസേപ്പ് പിതാവിനെ നോക്കിയേ, തിരുക്കുടുംബമായി ഇത് മാറാനുള്ള കാരണമാണ് പറയണത്. വിശുദ്ധ യൗസേപ്പ് ദൈവം പറയണതിന് ഇപ്പുറത്തേക്കില്ല. ഒരു വാക്ക് ചോദിക്കുന്നുണ്ടോ? വൈ? അങ്ങനത്തെ ഒരു ചോദ്യമില്ല. എന്താ ചെയ്യേണ്ടതെന്നോ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നോ ഒരൊറ്റ ചോദ്യമില്ല. കർത്താവ് പറയുന്നു, അത് ചെയ്യുന്നു. ഇങ്ങോട്ട് ഓടാൻ പറയുന്നു, അങ്ങോട്ട് പോകുന്നു. ഈജിപ്തിലേക്ക് പലായനം ചെയ്യാൻ പറയുന്നു, അങ്ങോട്ട് ഓടുന്നു. ഉടനെ തിരിച്ചു വരാൻ പറയുന്നു, അങ്ങോട്ട് ഓടുന്നു. വീണ്ടും ഇങ്ങനെ അലഞ്ഞു നടക്കാൻ പോലും യൗസേപ്പിനെ പ്രേരിപ്പിച്ചത് അത് ദൈവം പറഞ്ഞതാണെന്നുള്ളത് കൊണ്ടാണ്. എൻ്റെ കർത്താവ് പറഞ്ഞു, ഞാനതനുസരിക്കുന്നു. ഇന്ന് ആ കുടുംബത്തിൻ്റെ പേര് തിരുക്കുടുംബം. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് പരിശുദ്ധ മാതാവ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിക്കുമ്പോൾ, പിതാവെ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറിയാൽ മതി എന്ന് രക്തം വിയർക്കുന്ന നേരത്ത് പോലും ഈശോ വിളിച്ചു പറയുമ്പോൾ ഓർക്കണം, ആ കുടുംബത്തിൻ്റെ പേര് തിരുക്കുടുംബം. ഒരച്ഛൻ, ബോബിയച്ഛനാണ്. അച്ഛൻ്റെ ഇങ്ങനെ ചേട്ടൻ കട്ടില വെക്കാനായിട്ട് വിളിക്കുന്നു. അച്ഛൻ ചിരിച്ചുകൊണ്ട് പറയുന്നു, ഇനി ജനൽ വെക്കാനും വാതിൽ വെക്കാനൊക്കെ ഞാൻ വേണ്ടി വരുമോ എന്ന് ചോദിക്കുമ്പോൾ ആ ചേട്ടൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് ഇത്തിരി ഗൗരവത്തോടെ, നീ ചിരിക്കണത് എന്തിനാ? ഞാൻ വയ്ക്കുന്ന ഈ വാതിലിനുള്ളിലൂടെ എൻ്റെ ഈശോയ്ക്ക് നിരക്കാത്തതൊന്നും തന്നെ ഈ വാതിലിനുള്ളിലൂടെ എൻ്റെ കുടുംബത്തിലേക്കോ ജീവിതത്തിലേക്കോ പ്രവേശിക്കരുതെന്നുള്ള ആഗ്രഹത്തോടു കൂടെയാണ് ഞാനിതൊന്ന് വെഞ്ചിരിക്കാൻ പറഞ്ഞേ. ഞാൻ വയ്ക്കുന്ന ഈ വാതിലിനുള്ളിലൂടെ എൻ്റെ കർത്താവിന് നിരക്കാത്തതൊന്നും തന്നെ ഈ ജീവിതത്തിലേക്കോ കുടുംബത്തിലേക്കോ പ്രവേശിക്കാതിരിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയുണ്ടല്ലോ. കുടുംബത്തിന് വേണ്ടി ഇതിലും വിശുദ്ധമായ, ഇതിലും പവർഫുള്ളായിട്ടുള്ള, ഇതിലും സംരക്ഷണം നൽകുന്ന ഒരു പ്രാർത്ഥന എന്താണ് ഉള്ളത്? കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിന് സംരക്ഷണമാകണമേ. കർത്താവ് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ. കർത്താവെ എന്ന് വെറുതെ വിളിക്കുന്നവൻ എല്ലാ ദിവസവും പ്രാർത്ഥന ചൊല്ലുന്നത് കൊണ്ട് മാത്രമല്ല കാര്യം. നേരെ മറിച്ച് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം അത് നിറവേറ്റുന്നവനാരോ അവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചതാണ്, ബാബേൽ എന്ന് പറയുന്ന ഗോപുരം തകർന്നു വീഴാനുള്ള കാരണം നമുക്ക് നമ്മുടെ ശക്തി കൊണ്ട് ഇത് പണിതുയർത്താമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് നമ്മുടെ പ്രശസ്തി നിലനിർത്താൻ വേണ്ടി ഇത് പണിതുയർത്താമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് കുടുംബം കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ശരിക്കും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റണുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കുടുംബത്തിനുള്ളിലേക്ക് ദൈവത്തിന് നിരക്കാത്തതൊന്നും തന്നെ, അതെന്തു ആയിക്കോട്ടെ, ഒരു മദ്യപാനമായി, ഒരു മദ്യക്കുപ്പി ആയിക്കോട്ടെ, ഒരു സിഗരറ്റ് ആയിക്കോട്ടെ, മൊബൈലിലൂടെ വരുന്ന മോശപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, ഒരു ബന്ധമായിക്കോട്ടെ, തകിടുകളായിക്കോട്ടെ, മന്ത്രവാദത്തിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, എന്തൊക്കെയാന്ന് ഈ കുടുംബത്തിൽ നമ്മൾ കൊണ്ടുവന്ന് വെച്ചേക്കണേ. എൻ്റെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, അവൻ്റെ ഹിതത്തിനനുസരിച്ചല്ലാത്ത ഒന്നും വേണ്ടെന്ന് തീരുമാനിക്കുന്നതോടുകൂടെ വചനം പറയണത് പോലെ കാറ്റൂതി, വെള്ളപ്പൊക്കമുണ്ടായി, മഴ പെയ്തു, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എന്നാൽ അത് വീണില്ല, കാരണം അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. കർത്താവ് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു. ക്രിസ്തുവാകുന്ന ആ കല്ലിന്മേൽ പണിതുയർത്തിയ ഭവനം എവിടെ തകരാനാ?
ബന്ധങ്ങളൊന്നും ഒരിക്കലും വിട്ടുപോകില്ല. ഇങ്ങനെ എന്തൊരു ദൃഢമായിരിക്കും ആ ബന്ധം എന്നറിയാമോ? രാത്രികളിൽ അലഞ്ഞു നടക്കുന്ന കുഞ്ഞുങ്ങള് എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അറിയാം ആ വീടുകളൊക്കെ. എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാതെ, എത്ര പറഞ്ഞിട്ടും അനുസരിക്കാതെ എന്നൊക്കെ പറഞ്ഞ് മാതാപിതാക്കൾ നിസ്സഹായരായി ഇങ്ങനെ കൈയൊഴിഞ്ഞു നിൽക്കുന്നൊരു കാഴ്ചയുണ്ടല്ലോ. ഏതൊക്കെയോ സമയങ്ങളിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പകരമായി മക്കളുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്ത്, കുറ്റം പറയല്ല, കാറ്റൂതും, വെള്ളപ്പൊക്കം ഉണ്ടാവും, മഴ പെയ്യും, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിക്കും. തകർന്നു പോവാതെ വീണു പോവാതിരിക്കണമെങ്കിൽ ക്രിസ്തുവാകുന്ന അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ജീവിതം, കുടുംബം കെട്ടിപ്പൊക്കിയേ പറ്റുള്ളൂ. അതിനാരോട് നിർബന്ധം പിടിക്കേണ്ടി വന്നാലും, അതിനാരോട് ദേഷ്യപ്പെടേണ്ടി വന്നാലും, അതിനാരെ തിരുത്തേണ്ടി വന്നാലും, അതില്ലാതെ വരുമ്പോഴാണ് അതിൻ്റെ വീഴ്ച വലുതായി പോകുന്നത്. കർത്താവേ, ഞങ്ങളുടെ കുടുംബം അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് പണിതുയർത്താൻ സഹായിക്കണേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് അവിടുത്തെ ആശീർവാദത്തിനായി മുട്ടിന്മേൽ നിൽക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഈ രാത്രിയിൽ ഇവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ട് കിടക്കും. ഒന്നും വേണ്ട. എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ലാത്ത ഒന്നും ഈ കുടുംബത്തിൽ വേണ്ട എന്ന് ഒരുമിച്ചിരുന്നൊന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് ഇങ്ങനെ ഒഴിവാക്കിയിട്ട് വേണം ഇന്ന് രാത്രി കിടക്കകളിലേക്ക് പോകാൻ. അതിൻ്റെ അനുഗ്രഹം നാളെ നിങ്ങൾ കാണും. വചനം പറയും, ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, നാളെ ഞാൻ നിങ്ങളുടെ ഇടയിൽ വലിയൊരു അത്ഭുതം പ്രവർത്തിക്കും. കുടുംബം ഇങ്ങനെ സ്വർഗം കണക്കെ മാറുന്നത് കാണാൻ പറ്റും. അനുഭവിക്കണമെങ്കിൽ ഈ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നോക്ക്. അത് നോക്കിയിട്ട് നമുക്കിന്ന് രാത്രി കിടക്കകളിലേക്ക് പോകാം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.